സപ്തഭാഷാ സംഗമഭൂമി കേരളത്തിൻ്റെ വടക്കൻ ജില്ലയായ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നിയമസഭാ മണ്ഡല വികസന മുന്നേറ്റങ്ങൾ സംസ്ഥാന സർക്കാരിന് പ്രശംസകൾ സമ്മാനിക്കുന്നവയാണ്. നവകേരള നവമുന്നേറ്റത്തിലൂടെ പരിചയപ്പെടാം കാസർഗോഡ് മണ്ഡല കാഴ്ചകൾ. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയും മൊഗ്രാൽ, പുത്തൂർ, മഥൂർ ഗ്രാമപഞ്ചായത്ത്, ബദിയടുക്ക, കുമ്പടാജെ, ബേലൂർ, ചെങ്കള എന്നീ പ്രദേശങ്ങളും ഉൾപ്പെട്ടതാണ് കാസർഗോഡ് നിയമസഭാ മണ്ഡലം. കാസർഗോഡ് ജില്ലയുടെ വികസനത്തിന്, പ്രത്യേകിച്ച് പശ്ചാത്തല മേഖലാ വികസനത്തിന് ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ് കിഫ്ബി പദ്ധതികൾ. പണമില്ലെങ്കിലും വികസനം നടത്താൻ വേണ്ടി കഴിയുമെന്ന് LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗം കൂടിയാണ് കിഫ്ബി പദ്ധതികൾ. ആദ്യം തന്നെ തുടങ്ങിയത് നന്ദാരപ്പദവ് റോഡാണ്. നന്ദാരപ്പദവിൽ നിന്നും ആരംഭിച്ചുള്ള മലയോര ഹൈവേ നമ്മുടെ നാടിൻ്റെ തന്നെ കാസർഗോഡ് ജില്ലയുടെ മുഖച്ഛായ മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനുശേഷം ഒരുപാട് റോഡുകൾ, നമ്മുടെ ഗ്രാമീണ റോഡുകളടക്കം, അതേപോലെ PWD റോഡുകൾ, ജില്ലാ പഞ്ചായത്തുമായി കണക്ട് ചെയ്യുന്ന റോഡുകൾ എന്ന് വേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള കിഫ്ബി റോഡുകൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. മലയാളത്തിന് പുറമെ തുളു, കന്നഡ, ബ്യാരി, മറാഠി, കൊങ്കണി, ഉറുദു എന്നീ ഭാഷകൾ സജീവമായി ഉപയോഗിക്കുന്ന കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്നും അറിയപ്പെടുന്നു. നിലവിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ NA നെല്ലിക്കുന്നാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. സംസ്ഥാന സർക്കാർ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ BM to BC ടാറിംഗ് ആക്കിയതുകൊണ്ട്, മെക്കാഡൻ ടാറിംഗ് ആക്കിയതുകൊണ്ട് അതേ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ നമ്മുടെ പഞ്ചായത്ത് റോഡുകളും ജില്ലാ പഞ്ചായത്ത് റോഡുകളും വേണമെന്ന ഒരു വാച്യജനങ്ങൾ വല്ലാത്ത രീതിയിലേക്ക് മറുപടി കൂട്ടുന്നുണ്ട്. എന്നാലും ഓരോ പഞ്ചായത്തിലും ഒരു കിഫ്ബി റോഡ് എന്ന രീതിയിലേക്ക്, പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലൂടെ കിഫ്ബി റോഡുകൾ പോകുന്ന രീതിയിലേക്കുള്ള വികസനങ്ങൾ നമുക്ക് എല്ലാ മേഖലയിലും കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ജനവാസ മേഖലകളിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ സുതാര്യവും കുറ്റമറ്റതുമായ ഇടപെടലുകൾ സാധ്യമായതിൻ്റെ തെളിവാണ് ഗുണമേന്മയുള്ള മണ്ഡലത്തിലെ റോഡുകൾ. ബോവിക്കാനം, കാനത്തൂർ, കുട്ടിക്കോൽ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ഗതാഗതം സംസ്ഥാന സർക്കാർ മണ്ഡലത്തിലേക്ക് നടത്തിയ മികച്ച ജനോപകാരപ്രദമായ പദ്ധതി നടത്തിപ്പിൽ ഒന്നാണ്. ബദിയടുക്ക, ഏത്തടുക്ക, സുള്യപ്പദവ് റോഡ് നവീകരണം, കല്ലെടുക്ക, പെരള, ഉക്കിനട്ക റോഡ് നവീകരണം എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് മണ്ഡലത്തിൽ പൂർത്തിയാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയത്. ഈ റോഡുകൾ മാത്രമല്ല, സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. സ്കൂൾ കെട്ടിടങ്ങൾ ഇപ്പോൾ എല്ലാ സ്കൂളുകൾക്കും 500-നും 1000-നും ഇടയിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്കൊക്കെ തന്നെ 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള 2 കോടി മുതൽ 5 കോടി രൂപ വരെയുള്ള കെട്ടിടങ്ങളാണ് സർക്കാർ കിഫ്ബിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയത്. 500-ൽ താഴെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ തന്നെ 1 കോടി രൂപയുടെ കെട്ടിടങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 60-70 കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂർത്തീകരിച്ച കുറേ കെട്ടിടങ്ങൾ ഉദ്ഘാടനത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പം പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും നല്ല മുന്നേറ്റം വന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കോവിഡ് കാലത്ത് 2 വർഷക്കാലത്തോളം സ്കൂളിൽ പോവാതെ, 1 വർഷക്കാലം സ്കൂളിൽ പോവാതെ കുട്ടികൾ വീട്ടിലടച്ചിരുന്നു. പിന്നീട് രക്ഷിതാക്കളും കുട്ടികളും സ്കൂളിലേക്ക് എത്തുമ്പോൾ സ്കൂളിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലേക്കുള്ള കെട്ടിടങ്ങൾ വന്ന് കിഫ്ബി മോഡൽ കെട്ടിടങ്ങൾ ഏറ്റവും നല്ല രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തിയും അതേപോലെ തന്നെ അതിൻ്റെ പൂർത്തീകരണമൊക്കെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത്. സർക്കാർ വിദ്യാലയങ്ങളുടെ മുഖച്ഛായ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച സംസ്ഥാന സർക്കാർ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ ഉന്നതിക്കായി ഒട്ടനവധി പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ കുതിപ്പുകളെ അടയാളപ്പെടുത്തുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആലമ്പടി,
ഗവൺമെന്റ് UP സ്കൂൾ അടുക്കത്ത് വയൽ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രഗിരി. ഗവൺമെന്റ് UP സ്കൂൾ കോളിയടുക്കം. ഗവൺമെന്റ് UP സ്കൂൾ തെക്കിൽപ്പറമ്പ്. ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തളങ്കര. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചെർക്കള. സെൻട്രൽ ഗവൺമെന്റ് UP സ്കൂൾ മുലിയാർ മാപ്പിള തുടങ്ങിയ വിദ്യാലയങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാനത്തിന്റെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിൽ മുൻപന്തിയിലാണ്. അത്യാധുനിക സംവിധാനങ്ങളും വിദ്യാർത്ഥി സൗഹൃദ അന്തരീക്ഷവും നവീന കെട്ടിടങ്ങളും അവകാശപ്പെടാവുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ വിദ്യാലയങ്ങൾ പ്രശംസനീയമായ ചുവടുകൾ വയ്ക്കുകയാണ്. ജലസേചന രംഗത്ത് പാതിക്കര തടയണ, അതേപോലെ തന്നെ നീലേശ്വരത്തെ പ്രധാനപ്പെട്ട പാലായി ബ്രിഡ്ജടക്കം നമുക്ക് ജലസേചനത്തിൽ കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പദ്ധതികളാണ്. നമുക്ക് ടൗണിലേക്കൊക്കെ തന്നെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു മാർഗമായി ഏറ്റവും നല്ല BMTC റോഡുകളായതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന റോഡുകളായി മാറുന്നു. അങ്ങനെ വികസനം, അതായത് കേവലം പശ്ചാത്തല വികസനം മാത്രമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ കൂടി അതിൽ നല്ലൊരു മാറ്റം വരുത്തുന്ന രീതിയിലേക്കാണ് അവർക്ക് ടൂറിസം വികസനത്തിനും ആസ്വാദകരായി മാറാനും ഒക്കെ തന്നെ ഈ റോഡുകളുടെ നല്ല സഞ്ചാരവും അതേപോലത്തുള്ള പശ്ചാത്തല സൗകര്യമൊക്കെ തന്നെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആരോഗ്യ, വിദ്യാഭ്യാസ, ഗതാഗത, സാംസ്കാരിക തലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ഫണ്ട് വിനിയോഗത്തിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ജനങ്ങളും ജീവിത സാഹചര്യങ്ങളിലെ മെച്ചപ്പെട്ട അവസ്ഥകൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയാണ് ജീവിതം നയിക്കുന്നത്. ബഹുഭാഷാ പ്രദേശമെന്നതിനൊപ്പം യക്ഷഗാനത്തിന്റെ ഈറ്റില്ലമെന്ന ഖ്യാതിയും ഭാരതത്തിൽ ആദ്യമായി ഔദ്യോഗിക പുഷ്പവും പക്ഷിയും വൃക്ഷവും പ്രഖ്യാപിച്ച ജില്ലയെന്ന പെരുമയും സ്വന്തമാക്കിയുള്ള കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നിയമസഭാ മണ്ഡലം വാണിജ്യം, കല, സാംസ്കാരികം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിങ്ങനെ ബഹുമുഖ മേഖലകളിൽ മികവാർന്ന വികസന മുന്നേറ്റങ്ങൾ സാധ്യമാക്കി നവകേരളത്തിന്റെ നവമുന്നേറ്റത്തിനായി അരങ്ങൊരുക്കുകയാണ്. വാണിജ്യ, കലാ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ആരോഗ്യം എന്നിങ്ങനെ ബഹുമുഖ മേഖലകളിൽ മികവാർന്ന വികസന മുന്നേറ്റങ്ങൾ സാധ്യമാക്കി കാസർഗോഡ് നിയമസഭാ മണ്ഡലം നവകേരളത്തിൻ്റെ നവമുന്നേറ്റത്തിനായി അരങ്ങൊരുക്കുകയാണ്. റോഡും പാലങ്ങളും ആരോഗ്യവും ടൂറിസവും വിദ്യാഭ്യാസവും കുടിവെള്ളവും തീരവികസനവും വൈദ്യുതിയും സ്പോർട്സും എല്ലാമായി സർവതല സ്പർശിയായ സമഗ്ര വികസനത്തിനാണ് കോഴിക്കോട് ജില്ലയിലെ വടകര സാക്ഷ്യം വഹിക്കുന്നത്. ഈ വിശേഷങ്ങളാണ് ഇന്ന് നവകേരളം നവമുന്നേറ്റം പങ്കുവയ്ക്കുന്നത്.
അതിപുരാതനവും വിശിഷ്ടവുമായ ചരിത്രം പേറുന്ന മണ്ഡലമാണ് വടകര മണ്ഡലം. ആയോധന കലയായ കളരിപ്പയറ്റിലൂടെ പ്രസിദ്ധരായ തച്ചോളി ഉദയനൻ, ഉണ്ണിയാർച്ച, ആരോമൽ ചേകവർ, ചന്തു ചേകവർ തുടങ്ങിയ വീരയോദ്ധാക്കളുടെ ജന്മസ്ഥലമെന്ന പ്രത്യേകതയും വടകരയ്ക്കുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര നഗരസഭയും ചോറോട്, ഏറാമല, ഒഞ്ചിയം, അഴിയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് വടകര നിയോജക മണ്ഡലം. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. റോഡുകൾ, പാലങ്ങൾ, വിദ്യാലയങ്ങൾ, സാംസ്കാരിക മേഖല, കുടിവെള്ളം തുടങ്ങി എല്ലായിടത്തും സർക്കാർ സാമ്പത്തിക സഹായം എത്തിച്ചു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിച്ചു. ഗവൺമെന്റ് കോളേജ് മടപ്പള്ളിക്ക് 8.66 കോടി രൂപയും, പയ്യോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 3 കോടി രൂപയും, വടകര ഗവൺമെന്റ് സംസ്കൃത കോളേജ്, അഴിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ വികസനത്തിനായി 60 കോടി രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 68 കോടി രൂപയുടെ വികസനമാണ് നടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ചികിത്സാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളിവാണ് ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. മികച്ച ചികിത്സാ സൗകര്യത്തോടെയാണ് ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ നവീകരിച്ചത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി 10 കിടക്കകൾ വീതമുള്ള ഐസൊലേഷൻ വാർഡുകളും ഓർക്കാട്ടേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ സജ്ജമായി കഴിഞ്ഞു. വടകര നാരായണ നഗരം ഇൻഡോർ സ്റ്റേഡിയം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. കോർട്ടുകൾ ഒരുക്കുന്നതിനും ബാക്കി പ്രവർത്തനങ്ങൾക്കുമായി 4.39 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ആധുനിക രീതിയിലുള്ള മാറ്റ് ഫ്ലോറിംഗ് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകതയാണ്. 2 വോളിബോൾ കോർട്ടുകൾ, 2 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് എന്നിങ്ങനെ 5 കോർട്ടുകളാണ് ഇൻഡോർ സ്റ്റേഡിയത്തിലുള്ളത്.
മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് നൽകാൻ മണ്ഡലത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തി. മാഹി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അഴിയൂർ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തെ ISO നിലവാരത്തിലേക്ക് ഉയർത്തി. കിഫ്ബി ഫണ്ടിൽ നിന്നും 98 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ ഭിന്നശേഷി സൗഹൃദമായി 3 നില കെട്ടിടം നിർമ്മിച്ചത്. വകുപ്പിലെ സമാനതകളില്ലാത്ത പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ ഓഫീസുകളിൽ ദൃശ്യമാകുന്നുണ്ട്. പയ്യോളി സബ് രജിസ്ട്രാർ ഓഫീസിനായി നിർമ്മിച്ച പുതിയ കെട്ടിടവും നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു. പുല്ലുവായി തൊട്ടിൽപ്പാലം മലയോര ഹൈവേ നിർമ്മാണത്തിന് 88.13 കോടി രൂപയും പയ്യോളി പേരാമ്പ്ര റോഡിന് 42 കോടി രൂപയും പേരാമ്പ്ര ബൈപ്പാസിന് 58.29 കോടി രൂപയും തുടങ്ങി 400 കോടിയിലധികം രൂപയുടെ റോഡ് നിർമ്മാണമാണ് മണ്ഡലത്തിൽ നടന്നിരിക്കുന്നത്. കുടിവെള്ള പദ്ധതിക്കായി 730 കോടി രൂപയാണ് വിനിയോഗിക്കുക. മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും വികസനമെത്തിച്ച് വടകര മണ്ഡലത്തെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും വികസനം എത്തിച്ച് വടകര മണ്ഡലത്തെ ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാർ.